ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം സംഖ്യാപുസ്തകം 4-ാം അധ്യായം 1 മുതൽ 49 വരെ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബകുടുംബമായും കുലംകുലമായും എണ്ണി തൂക്കിയെടുക്കുകയും. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടവൻ മൂടണം. തഹശുതോൽ കൊണ്ടുള്ള മൂടി അതിന്മേൽ ഇട്ട് അതിന്മീതെ നീലശീല വിരിച്ച് തണ്ട് ചെലുത്തണം. കാഴ്ചയപ്പത്തിന്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തളികകളും കറണ്ടുകളും കിണ്ടുകളും പകരുന്നതിനുള്ള കുടങ്ങളും വയ്ക്കണം. നിരന്തരമായ അപ്പവും അതിന്മേൽ ഇരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള മൂട് വിരിയാൽ അത് മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. ഒരു നീല ശീലയെടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടണം. അതും അതിൻ്റെ പാത്രങ്ങളൊക്കെയും തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടണം. സ്വർണ്ണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടകം എന്നിങ്ങനെ യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വയ്ക്കണം. തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കെഹാത്യർ ചുമക്കുവാൻ വരണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായൊന്നും തൊടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. പുരോഹിതനായ അഹരോന്റെ മകൻ എലെയാസർ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിൻ്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ച് കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവിൻ. അഹരോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തനെ അവനവൻ്റെ വേലയ്ക്ക് അവനവൻ്റെ ചുമട്ടിനും ആക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. യഹോവ പിന്നെയും മോശയോടും അരുളിച്ചെയ്തത്, ഗേർശോന്യരെയും കുലംകുലമായും കുടുംബകുടുംബമായും എണ്ണി തുകയെടുക്കുക. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണണം. സേവ ചെയ്യുന്നതിലും ചുമടെടുക്കുന്നതിലും ഗേർശോന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ തിരശ്ശീല, സമാഗമന കൂടാരം, അതിൻ്റെ മൂടുവിരി, തഹശുതോൽ കൊണ്ട് അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിൻ്റെ വാതിലുള്ള മറശ്ശീല, പ്രകാരത്തിൻ്റെ മറശ്ശീല, തിരുനിവാസത്തിൻ്റെ യാഗപീഠത്തിന് ചുറ്റുമുള്ള പ്രകാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗേർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചിടത്തോളൊക്കെയും അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പന പ്രകാരമായിരിക്കണം. അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇത് തന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴായിരിക്കണം. ഇവരാരെയും കുലംകുലമായും കുടുംബകുടുംബമായും എണ്ണണം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുമടെന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂണ്, ചുവട്, ചുറ്റുമുള്ള പ്രകാരത്തിൻ്റെ തൂണ്, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ. അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേരുപേരുമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴ് സമാഗമന കൂടാരത്തിൽ മെരാരിയുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടതെന്ന വേല ഇത് തന്നെ. മോശയും അഹരോനും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരും കുടുംബകുടുംബമായും കുലംകുലമായും എണ്ണി അവരിൽ കുടുംബകുടുംബമായി എണ്ണപ്പെട്ടവർ 2750 പേർ.
മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും കെഹാതി കുടുംബങ്ങളിൽ എന്നിവരായി സമാന കൂടാരത്തിൽ വേല ചെയ്യാനുള്ളവർ എല്ലാം ഇവർ തന്നെ. ഗേർശോനിൽ കുടുംബമായും കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നതായി കുടുംബമായും കുലമായും എണ്ണപ്പെട്ടവർ 2630 പേർ. യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും ഗേർശോന കുടുംബങ്ങളിൽ എന്നിവരായി സമാന കൂടാരത്തിൽ വേല ചെയ്യുവാൻ ഉള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാരി കുടുംബങ്ങളിൽ കുടുംബമായും കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നതായി അവരിൽ കുടുംബമായും എണ്ണപ്പെട്ടവർ ആകെ 3200 പേർ. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും മെരാരി കുടുംബങ്ങളിൽ എന്നിവർ ഇവർ തന്നെ. മോശയും അഹരോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബമായും കുലമായും എന്നിവരായി 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാന കൂടാരത്തിൽ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8550 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം അവർ മോശ മുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ അവരെ എണ്ണി. ഇവിടെ വേദഭാഗം വായിച്ചു തീരുന്നു. ആശ്വസിക്കാനീ